മുത്തശ്ശി പറഞ്ഞതുപോലെ എന്നെ വേൽമുരുകൻ തുണച്ചിരിക്കുന്നു. ഈ സന്തോഷ വാർത്ത എങ്ങനെ എഴുതണമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാവും അപകടങ്ങളൊന്നും സംഭവിക്കാതെ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവൻ രക്ഷപ്പെട്ടുല്ലോ, അത് മതി. ലെതർ ഫാക്ടറിയിലെ സൂപ്പർവൈസറായ കുഞ്ഞിക്കാദർ മുഖാന്തരം എനിക്കിവിടെ തന്നെ ഹെഡ് ക്ലീനിങ് സെക്ഷനിൽ ജോലി കിട്ടി. ദിവസവും ധാരാളം ഹെഡ് ക്ലീൻ ചെയ്യാനുണ്ട്. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവന് സ്പോർട്സ് കോട്ടായി കിട്ടുമെന്ന്. ഇപ്പൊ എന്തായി? എന്തിന്റെ ഹെഡാന്നാണ് കൂട്ടാ ക്ലീൻ ചെയ്യാനുള്ളത്? അതായത് ഈ ലെതർ ഫാക്ടറി അല്ലേ, അപ്പൊ പലതിന്റെ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടി വരും. അതാണല്ലോ ലെതർ. വായിക്ക്. നീ വായിക്കടേ. ഞാൻ ഇതോടൊപ്പം അമ്മണിക്കും എഴുതിയിട്ടുണ്ട്. അമ്മണി, എടി അമ്മണി, അവൾ എവിടെടി? ഇങ്ങോട്ട് ഇറങ്ങി വാടി. എടി ഇങ്ങോട്ട് ഇറങ്ങാൻ. ആ തെണ്ടിയോട് ആരടി പറഞ്ഞേ ഇങ്ങോട്ട് കത്തെഴുതാൻ? പറയടി. കത്ത് എനിക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടാച്ചാ. ഒന്ന് കുഴിച്ചു മൂടി ഞാൻ. മതി, കിടന്ന് ബഹളം വെക്കണ്ട. എന്റെ നെഞ്ചത്ത് കയറി കളിക്കുന്നത് എനിക്ക് ഇഷ്ടല്ല. ഒരെണ്ണുള്ളൂന്ന് വിചാരിച്ച് കൊഞ്ചിച്ച് അവസാനം എനിക്കത് ആകാശക്കോടാലിയായി. വേണ്ടെന്ന് ഞാനും വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്താടി, അച്ഛനൊരു വിലയില്ലേ ഇവിടെ? അവന്റെ ഒരു കത്തും. അങ്ങനെ എന്താടോ? വണ്ടി റെഡി. എന്താ? ഇടിച്ച വണ്ടി റിപ്പയർ ആയി കഴിഞ്ഞ് റെഡിയായി. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോ? ഇല്ലെങ്കിൽ വണ്ടി കയറ്റി കൊല്ലും ഞാൻ. നടക്കടോ. എഴുത്തിന്റെ കഷ്ണങ്ങളൊക്കെ പെറുക്കി എടുത്തോ മോളെ, കൂട്ടി വെച്ചാ വായിക്കാൻ പറ്റും. നിന്നെ ഞാൻ അമ്മിണിക്കുട്ടിയെന്നോ ആനക്കുട്ടിയെന്നോ വിളിക്കേണ്ടത്. നിനക്ക് കത്തെഴുതാൻ എനിക്കൊരു കടലാസിന്റെ ആവശ്യമില്ലല്ലോ അമ്മണി. എൻ്റെ മനസ്സ് നിന്റെ മുഖമാണല്ലോ അമ്മണി. എൻ്റെ ഹൃദയത്തുടിപ്പുകൾ അതിലെഴുതുന്ന അക്ഷരങ്ങളാണല്ലോ അമ്മണി. നമ്മൾ സ്നേഹിച്ചതും നമ്മൾ ജീവിക്കുന്നതും നമുക്ക് മാത്രം ഒന്നിക്കാനാണല്ലോ അമ്മണി. മുരുകാ ഭവാനെ. ஷேவ் பண்ணுங்க தம்பி. உட்காருங்க. என்ன தம்பி, ஷேவ் பண்ண தெரியாதா? അറിയാം. കടവുളെ, ഇത് എന്നോട് കത്തിയതാണ്. ആര് പറഞ്ഞു? നിങ്ങൾ ആരാ? என்ன இதெல்லாம்? எல்லாமே என் தங்கமான பருகு. முருகா, ஆண்டவனே, எல்லாமே നീ എനിക്ക് തിരിപ്പി കൊടുത്തിയേ. എന്നാ സാർ ഇതൊക്കെ? ഷേവ് ചെയ്യാൻ പണമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. ഉണ്മയെ ചൊല്ലു, ഇതെല്ലാം എங்கே ഇരുന്ന് കിടച്ചത്? പറയാം സാർ, ഞാൻ എല്ലാം പറയാം. ഞാൻ പഴനിയിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. എൻ്റെ പേര് വേലായുധം കുട്ടി. അപ്പ പേര് ധർമ്മലിംഗം. അച്ഛൻ ധർമ്മം കൊടുത്ത് എല്ലാം നശിച്ചു പോച്ച്. അമ്മ ശിവകാമി. കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു സുപ്രഭാതത്തിൽ അച്ഛനും അമ്മയും അതിസാരം വന്ന് സെത്ത് പോച്ച്. ഞാൻ ജനിച്ച വളർന്നൊക്കെ കേരളത്തിലാ. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ തൊഴിൽ എന്നോടുകൂടി വേരറ്റ് പോണ്ടെന്ന് വിചാരിച്ചിട്ടാ ഇല്ലാത്ത കാശൊക്കെ കൊടുത്തിട്ട് ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് സാധനം മുഴുവൻ വാങ്ങിയത്. ഉന്മതൻ. മുരുകനാണ് സത്യം.
ഈ കത്രികയും കത്തിയൊക്കെ കണ്ടപ്പോൾ വളരെ ഐശ്വര്യമുള്ള ഒരാളുടെയാന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഇത് തന്നെ വാങ്ങിയത്. ഇത് അങ്ങയുടെ കണങ്ങി എടുത്തോളൂ, ഞാൻ വേറെ മേടിച്ചോളാം. தம்பி, இந்த கத்தி என் கத்தி, இந்த மிஷின் எம் மிஷின். உங்க அப்பா பேர் என்ன சொன்னே? ധർമ്മലിംഗം. அம்மா? ശിവകാമി. மகனாய் நீ மட்டும்தானா? ആ அப்போ நீ அநாத பையன். ஆமா சார், எனக்கு யாருமே இல்லை. வேலாயுதா, ஓ, நீ எனக்குப்ப மகன். என் சொத்துக்கள் எங்க வந்து சேரணுமோ அங்க வந்து சேர்ந்திருக்கு. இதுதான் என் சொத்துக்கள். ஆமா, நீ இப்ப எங்க தங்கி இருக்கு? நான் இதுக்கு பின்னாடி வாடகை வீட்டுல. ச்சீ, இனி எம் வீடு உம் வீடு. நீ அநாதன் இல்லை, சனாதன். ஐயோ முருகா, என் பேரு காளீஸ்வரன், கவலையில் காளிமுத்து. இந்த முருகன் சாட்சியாக சொல்றேன், இன்று முதல் நீ என் மகன். இது சத்தியம், சத்தியம், சத்தியம்.